ബാബുവിനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് അയച്ചു. 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആള് വേണ്ടേ? മലയാള സിനിമയുടെ ലോകത്ത് സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണമായ മിഴിവോടെ അവതരിപ്പിച്ച ഒരാളായിരുന്നു ശ്രീനിവാസൻ. 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്ത് ജനിച്ച അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ കഥകളോടും കഥാപാത്രങ്ങളോടും ഉള്ള ആകർഷണത്തിൽ വളർന്നു. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അഭിനയത്തിൽ പരിശീലനം നേടി. അവിടെ രജനീകാന്ത് പോലുള്ള സഹപാഠികളോടൊപ്പം സിനിമയുടെ ലോകം അദ്ദേഹത്തിന് തുറന്നുകൊടുത്തു. GTA പണി ചെയ്യും കേട്ടോ, എന്ന് വെച്ചാ വൈകുന്നേരം വരെ ഓടിക്കും. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യകാലത്ത് അഭിനയിച്ച കഥാപാത്രങ്ങൾ പിന്നീട് തിരക്കഥാരചനയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ ദർശനത്തിന് അടിത്തറയായി. പൂച്ചയ്ക്കൊരു മൂക്കൂത്തി എന്ന ചിത്രത്തിലൂടെയാണ് തിരക്കഥാരചനയിൽ തുടക്കം. പ്രിയദർശനുമായി ചേർന്നൊരുക്കിയ ഹാസ്യ ചിത്രങ്ങൾ മലയാള സിനിമയിൽ പുതിയൊരു കാലഘട്ടം തുറന്നു. ശ്രീനിവാസന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആക്ഷേപഹാസ്യത്തിന്റെ മറവിൽ സാധാരണക്കാരുടെ ജീവിതത്തിലെ വേദനകളും വേവലാതികളും സൂക്ഷ്മമായി അവതരിപ്പിക്കുക. സന്ദേശം ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവിന്റെ തെളിവായി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. അഭിനയ രംഗത്തും അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. എല്ലിനും പല്ലിനും വൈറ്റമിൻ സി, കണ്ണിന് വൈറ്റമിൻ എ, പിന്നെ BDEFGH. നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, വടക്കു നോക്കിയന്ത്രത്തിലെ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ. ഓരോ കഥാപാത്രവും മലയാളിയുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ സിനിമയോടുള്ള പ്രതിബദ്ധത അദ്ദേഹം വിട്ടുമാറിയില്ല. 2018 പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന തിരക്കഥ. കുടുംബജീവിതത്തിൽ ഭാര്യ വിമലയോടൊപ്പം മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സിനിമാ രംഗത്ത് സ്വന്തം സ്ഥാനമുറപ്പിച്ചു. ഇപ്പോൾ 48 വർഷം നീണ്ട സിനിമാ യാത്രയ്ക്ക് വിട പറഞ്ഞ ശ്രീനിവാസൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു അധ്യായമായി മാറിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. എന്നെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല.